ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണല്ലോ അച്ചാർ. ഇത് ഇന്നത്തെ വീഡിയോ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് മാങ്ങ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ ഉപ്പ് പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പം നന്നായിട്ട് മാങ്ങയിൽ ഉപ്പ് പിടിച്ച് കിട്ടും. ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇത് അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പാനിലോട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉലുവയും 1/2 ടേബിൾ സ്പൂൺ കടുകും കൂടെ ഇട്ടാണ് നമ്മൾ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ അതേ പാനിൽ തന്നെ നമ്മൾ പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ട്. അധികം എരിവില്ലാത്ത മുളക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അച്ചാറിന് നല്ല കളറും കിട്ടുമായിരിക്കും. മറ്റേ നല്ല എരിവായിരിക്കും, പക്ഷേ കളർ കാണത്തില്ല. അതിന് ശേഷം അതൊന്ന് ചൂടാക്കി എടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോകും. അതിന് ശേഷം ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന മാങ്ങ ഇപ്പം നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. മസാലകളെല്ലാം കൂടി നമ്മൾ ചൂടാക്കിയ മസാല മാങ്ങയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും കടുകും കൂടെ പൊടിച്ചെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയും കടുകും കൂടി പൊടിച്ചത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പാനൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നല്ലെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അടുത്തതായി കരിവേപ്പിലയാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മാങ്ങയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോണേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.